ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് നൂർലിസയുടെ വീട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം നൂർലിസ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നെ വിളിക്കാനായിട്ട്. ഇപ്പോൾ ഉള്ള ഹഗ്ഗിങ്ങൊക്കെയാണ് കണ്ടത്. ഇത് അവളുടെ മോള് ഐഷ. ഇത് ഞങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ കടയിലേക്ക് പോയതാട്ടോ ചായ വാങ്ങിക്കാനായിട്ട്. നൂർലിസയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ചായ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ചായക്ക് വെയിറ്റ് ചെയ്യാണ്. തേത്താരി, അതായത് പാൽ ചായ. ഓക്കെ, കിട്ടി. ചായ കിട്ടി. പിന്നെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് അവരായിട്ട് തിരിച്ചു പോവാട്ടാ. അപ്പം മാലയൊക്കെ കാണിച്ചു തരാട്ടാ. ആക്ച്വലി ആദ്യം അവരിവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം മോളുടെ സ്കൂള് കാരണം മോളെ സ്കൂളിൽ ചേർത്തി. അപ്പോൾ അവിടെയാണ് ചേർത്തിയേക്കണത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ അവർ അങ്ങോട്ട് താമസമായത്. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ കുറേ കാട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾ ബിന്തോങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ കുറേ കാടുകളൊക്കെ ഉണ്ട്. പിന്നെ അതിനിടയ്ക്ക് വിശന്നപ്പോൾ ഒരു മിനി മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മിനി മാർക്കറ്റ് നമ്മുടെ കസിൻ്റെ തന്നെയാണ് കേട്ടോ. വലിയ മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുറേ ഐസ്ക്രീംസ്. ഞാൻ കുടിക്കാൻ വാങ്ങിച്ചത് ഒരു കിറ്റ്കാറ്റിൻ്റെ ബോട്ടിൽ വെള്ളമാട്ടം. നല്ല രസമാട്ടോ അത് കുടിക്കാനായിട്ട്. പിന്നെ വേറെ തണ്ണിമത്തനും ആപ്പിളും അങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ യെല്ലോ കളറിൽ കാണുന്നത് വലിയ ലെമണാട്ടാ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ബിന്തോങ് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാത്രി കുറേ സമയമായിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഇപ്പം അവരുടെ ഗ്രാമത്തിലെത്തി. ഒരു ഗ്രാമമാണ് കേട്ടോ. ഈ ക്ലാങ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഒരു ഗ്രാമമാണ്. അവിടെയാണ് ഇപ്പോൾ നൂർലിസയുടെ വീട്. കുറേ നമ്മുടെ കേരളത്തിലെ പോലെ കുറേ മുരിങ്ങയും പിന്നെ കണിക്കൊന്നയും അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമം. ഇതാണ് അവരുടെ വീട് കേട്ടോ. രാത്രി 2 മണിയായി. ഓക്കെ, അപ്പോൾ രാത്രി 2 മണിയൊക്കെ ആയി അവിടെ എത്തുമ്പോൾ. അത് അവളുടെ മോള് അവിടെ എത്തിയപ്പോൾ ഡാൻസ് കളിക്കുകയാണ്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വീണ്ടും കുറച്ച് നേരം അവളായിട്ട് ഇങ്ങനെ കളിക്കുക കേട്ടോ. അപ്പോഴേക്കും നൂർലിസ ഫുഡൊക്കെ ചൂടാക്കി. ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റബിൾ കറീസൊക്കെ ഉണ്ടായിരുന്നു. ഇത് മീനിൻ്റെ മുറുക്കാട്ടോ, ഉണക്കമീൻ മുറുക്കാണ്. നല്ല ടേസ്റ്റാണെന്നാണ് അവർ പറയണത്. പക്ഷെ ഞാൻ മീൻ കഴിക്കാത്തതുകൊണ്ട് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല, അവിടെ വെച്ചു. ഇപ്പോൾ രാത്രിയിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. എല്ലാവരും ഉറങ്ങി. പിന്നെ ഞാനങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് അവളുടെ മോള് വന്നത്. ഗിഫ്റ്റായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് വന്നത്. Thank you. You're welcome, mommy. അവൾ എന്നെ മമ്മി എന്നാട്ടോ എനിക്ക് ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു, അത് കയ്യിലിട്ട് തരാനുണ്ട്. അപ്പം എൻ്റെ കൈയിട്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയാട്ടാ. പിന്നെ രാവിലെ ഞാൻ നോക്കിയപ്പോൾ അവിടെ കുറേ മരങ്ങളുള്ളതുകൊണ്ട് ഇലകൾ ഇങ്ങനെ പാറി വരും. അപ്പോൾ
അതൊക്കെ അടിച്ച് വാരാട്ടാ. അപ്പം എന്താ ഫേസ് ഇങ്ങനെ ഗ്ലോ എന്ന് പറഞ്ഞപ്പോൾ സൺസ്ക്രീൻ ഇട്ടേക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കാണിച്ചു തരുന്നത് അവരെ വീടാട്ടോ. അവരെ വീട് നേരെ കാണുന്ന ഒരു വൈറ്റ് കളർ പെയിൻ്റ് അടിച്ച വീടാണ്. അപ്പം അത് കാണിച്ചു തരാനുണ്ട് എനിക്ക്. അതാണ് എൻ്റെ വീടെന്നും പറഞ്ഞിട്ട്. ഇത് ഇവിടുത്തെ ഗർഭിണിയായ പൂച്ച. കണിക്കൊന്ന ഇട്ടത്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി ഞാനും നൂർലിസയും കൂടെ ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. പിന്നെ അവരെ വീട്ടിലെ കറ്റാർവാഴ, പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട്. നന്ദ്യാർവട്ടം പോലത്തെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ രാവിലെ ഒരു 10 മണി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, നല്ല കടുത്ത വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങാനേ പറ്റില്ല, അത്രയും വെയിലാണ്. അപ്പോഴേക്കും ഐശ്വര്യമോളെ എണീറ്റ് വന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ്. പിന്നെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ കുളിച്ച് നല്ല സുന്ദരിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് മേക്കപ്പ് ചെയ്ത് തരുമോ മമ്മി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നിങ്ങനെ ചെറുതായി മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നൂർലിസയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരെ ഉമ്മ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ട്രഡീഷണൽ ഫുഡ്, മലേഷ്യയിലെ ട്രഡീഷണൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. വെയിലായതുകൊണ്ടാട്ടോ വണ്ടിയിൽ പോണത്. നടക്കാനുള്ള ദൂരമുള്ള ഒന്ന് റൗണ്ട് ചെയ്താൽ അങ്ങോട്ട് എത്തും. പക്ഷേ നടക്കാൻ പറ്റുന്നില്ല, അത്രയും ചൂടായിരുന്നു. ഇതാണ് അവരുടെ ഉമ്മയും അവരുടെ ഇത്തയും. അപ്പോൾ ഫുഡൊക്കെ ഈ പാക്ക് ചെയ്യാട്ടോ, ബോക്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് തരാണ്. ഇതാണ് അവരുടെ ഉമ്മ. അപ്പോൾ ഉമ്മ പറയണം എനിക്ക് പല്ല് വേദനയായിട്ട് ഇരിക്കുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഇതാണ് അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡ്. ഈ ട്രഡീഷണൽ ഫുഡാണെന്നാണ് നൂർലിസ പറഞ്ഞു. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എനിക്ക് അറിയില്ല ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്. പിന്നെ വേറൊരു സാധനമുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൽ നന്നായി ടൈറ്റായിട്ട് പൊതിഞ്ഞിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഇത് കച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല പീനട്ടൊക്കെ അരച്ച കറിയാണ് കേട്ടോ. അപ്പം അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം കഴിക്കേണ്ടത്. ആ സാധനം ഇപ്പോൾ കട്ട് ചെയ്ത് തന്നു എനിക്ക്. ഇനി ഇതിൽ നോക്കിയിട്ട് കഴിക്കണം. നന്നായി മുക്കാൻ അറിയാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിച്ച് നോക്കി. നമ്മുടെ ഈ കൂവപ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആട്ടോ. ഇതാണ് ആ സാധനം. ഇത് വേറെ സാധനം, ഇങ്ങനെ വിഷുക്കട്ട പോലത്തെ സാധനം. ഇതും സ്റ്റീംഡാട്ടാ. கட் செய்யணும்ல. கட் பண்ணோன்னு எப்படி இருக்கு பாரு. இது எப்படி இருக்கும் நம்மளோட ஸ்பெஷல் வெஜ். தென் ஃபா பீஃப் தான் போடுங்க. அதுவும் இது நல்லா இருக்கும். டேஸ்டி. இதெண்டா ரெண்டாம் ബീഫ് രണ്ടാം. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് നല്ല ഫ്ലേവറുള്ള ഒരു റൈസായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല, വേറെ എന്തോ ഒരു റൈസ്. അപ്പോൾ ഗൈസ്, ഇവിടെ ഞാൻ ഒരു ദിവസം സ്റ്റേ ആക്കിയിട്ട് ഞാനിപ്പോൾ തിരിച്ചു പോവാണ്. ഞങ്ങളെല്ലാവരും തിരിച്ചു പോവാണ്. അങ്ങനെ വൈകിട്ടൊരു 4 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോട്ടോ.